അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സാന്ദർഭികമായി ഒരു കാര്യം കൂടി ഉണർത്തുകയാണ്. വളരെയധികം ഭീകരവും എന്നാൽ ഞെട്ടലുളവാക്കുന്നതുമായ ഓരോ മനുഷ്യനെയും വളരെ പ്രയാസപ്പെടുത്തുന്ന വാർത്തകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കേൾക്കുകയും വായിക്കുകയും അറിയുകയും ചെയ്തത്. ജന്മം നൽകിയ സ്വന്തം മാതാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ, മാരകമായി കൊലപ്പെടുത്തിയ ഒരു മകന്റെ വാർത്ത നമ്മൾ കണ്ടു, വായിച്ചു. അതുപോലെ തന്നെ വിദ്യ പകർന്നു കൊടുക്കുന്ന അധ്യാപകന് നേരെ കൊലവിളി ഉയർത്തുന്ന ഒരു വിദ്യാർത്ഥിയുടെ വീഡിയോയും നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ചെറുതും വലുതുമായ ധാരാളം വാർത്തകൾ ദിനേന എന്നോണം നാം കേൾക്കുകയും അറിയുകയും ചെയ്യുന്നു. ഇവിടെ രക്ഷിതാക്കളായ നമ്മൾ അറിയേണ്ടത്, നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മക്കൾ ഇത്ര ഒരു ദുരവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മക്കളായി നമ്മുടെ മക്കൾ വളരാതിരിക്കാൻ രക്ഷിതാക്കളായ നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത്. അതിനുള്ള കാര്യങ്ങൾ നമ്മളാണ് ചെയ്യേണ്ടത്. കാരണം രക്ഷിതാക്കൾ അറിയേണ്ടത്, അവർ മനസ്സിലാക്കേണ്ടത്, തങ്ങളുടെ മക്കളെ ഇത്തരത്തിലുള്ള മക്കളായി പോകാതിരിക്കാൻ വേണ്ടി അവരുടെ ജീവിതത്തിലേക്ക് അവർക്ക് ചെയ്യേണ്ട ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളുമുണ്ട്. മക്കളെ എങ്ങനെയാണ് പരിപാലിക്കേണ്ടത് എന്നും, ഏത് രൂപത്തിലാണ് അവരെ വളർത്തിക്കൊണ്ടുവരേണ്ടത് എന്നും, എന്തൊക്കെയാണ് മക്കളോടുള്ള ബാധ്യതകൾ എന്നും ഇസ്ലാം കൃത്യമായി അവിടുന്ന് പറഞ്ഞു തരികയും പഠിപ്പിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഈ വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുന്നത്? മുസ്ലിം കുടുംബങ്ങളിൽ നിന്നാണ്, മുസ്ലിം നാമധാരികളുടെ മക്കളിൽ നിന്നാണ്. സ്വന്തം മാതാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ മകൻ അതൊരു മുസ്ലിമായിരുന്നു, ആ മാതാവും ഒരു മുസ്ലിമായിരുന്നു എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള വാർത്തകൾ എന്തുകൊണ്ടുണ്ടാകുന്നു? എന്താണ് ഇതിന്റെ അടിസ്ഥാനപരമായ കാരണം? നമ്മൾ അന്വേഷിക്കേണ്ടതില്ലേ? യഥാർത്ഥത്തിൽ മക്കൾക്ക് നൽകേണ്ടത് അവരുടെ പ്രായത്തിൽ നൽകാത്തത് കൊണ്ടുള്ള അപകടങ്ങളാണ് ഈ വാർത്തകളിലൂടെ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ അറിയണം, നമ്മുടെ മക്കൾ ഇങ്ങനെ ആവാതിരിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ മക്കൾ ഇങ്ങനെ വളർന്നു വരാതിരിക്കാൻ ഒന്നാമത് വേണ്ടത് ഇസ്ലാമിക ശിക്ഷണത്തോടു കൂടി അവളെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇസ്ലാമിനെ കുറിച്ച് അവർക്ക് പഠിപ്പിക്കണം. ഇസ്ലാമിന്റെ ആദാബുകളും മര്യാദകളും അവരെ പഠിപ്പിക്കണം. ദീൻ അവരെ പഠിപ്പിക്കണം. അതുപോലെ തന്നെ ദീനിയായ ചിട്ടയിൽ അവളെ വളർത്തിക്കൊണ്ടുവരണം. അങ്ങനെ വളർത്തിക്കൊണ്ടുവന്നാലേ നമ്മുടെ മക്കൾ സ്വാലിഹീങ്ങളാകുകയുള്ളൂ, അവർ നമുക്ക് ഉപകാരമാകുകയുള്ളൂ എന്നാണ്. അതുകൊണ്ടാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, അദ്ദിബൂഹും വഅല്ലിമൂഹുൽ ഖൈറ. നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഇസ്ലാമിന്റെ സംസ്കാരങ്ങൾ, ഇസ്ലാമിന്റെ മര്യാദകൾ, ഇസ്ലാമിന്റെ അദബുകൾ, ഇസ്ലാമികമായ വിജ്ഞാനങ്ങൾ, വിശുദ്ധ ഖുർആൻ അവർ പഠിക്കട്ടെ, ഹദീസുകൾ അവർ പഠിക്കട്ടെ, സ്വഹാബത്തിന്റെ ചരിത്രം അവർ പഠിക്കട്ടെ, പ്രവാചകന്മാരുടെ ചരിത്രം അവർ പഠിക്കട്ടെ, അതുപോലെ തന്നെ സലഫു സ്വാലിഹീങ്ങളായ ആളുകളുടെ ചരിത്രം അവർ പഠിക്കട്ടെ. അങ്ങനെ ഇസ്ലാമിക വിജ്ഞാനം അവർക്ക് നൽകുക എന്നുള്ളത് ഒരു രക്ഷിതാവ് എന്ന നിലയ്ക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അതല്ല എങ്കിൽ കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയതിഹി, നാളെ പരലോകത്ത് എല്ലാവരെയും ചോദ്യം ചെയ്യപ്പെടും. ആ ചോദ്യം ചെയ്യപ്പെടുമ്പോ മാതാപിതാക്കൾ എന്ന നിലയ്ക്ക്, രക്ഷിതാക്കൾ എന്ന നിലയ്ക്ക് അള്ളാഹു നമ്മുടെ മക്കളെ കുറിച്ച് നമ്മോട് ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള ഉത്തമ ബോധ്യം വിശ്വാസികളായ നമുക്കുണ്ടാകണമെന്നുള്ളതാണ്. അതുകൊണ്ട് മക്കളെ സ്വാലിഹീങ്ങളാക്കണോ? അവർക്ക് ദീനി വിദ്യാഭ്യാസം നൽകുക, മതപരമായ ധാർമ്മികമായ വിദ്യാഭ്യാസം അവരെ പഠിപ്പിക്കുക, മതപരമായ സംസ്കാരങ്ങളെ അവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം മക്കൾ തിന്മയിലേക്ക് പോകുമ്പോ ചെറുപ്പം മുതലേ അവർ ഹറാമുകളിലേക്കും തെറ്റുകളിലേക്കും പോകുമ്പോ അവരെ തടയേണ്ടത്, അവർക്ക് തടസ്സം നിൽക്കേണ്ടത്, അവരാ തെറ്റുകളിൽ നിന്ന് തിരിച്ചു വിളിക്കേണ്ടത്, അതിൽ അവർക്ക് വഴികാട്ടികളാകേണ്ടത് മാതാപിതാക്കളായിരിക്കണമെന്നാണ്. മക്കളല്ലേ, ചെറിയ കുട്ടികളല്ലേ,
അത് കുട്ടിയല്ലേ, പ്രായം ഇത്രയല്ലേ ആയിട്ടുള്ളൂ, ഒന്ന് വലുതാകുമ്പോ പറഞ്ഞു കൊടുക്കാം എന്ന് പറഞ്ഞ് ചെറുപ്രായത്തിൽ അവർ തിന്മകൾ ചെയ്യുമ്പോ, അവർ തെറ്റുകൾ ചെയ്യുമ്പോ അത് കണ്ടില്ലെന്ന് നടിച്ച് അതിനെ പ്രോത്സാഹനം നൽകി അങ്ങനെ ആക്കി വിട്ടാൽ പിന്നീട് ഇത്തരത്തിലുള്ള ദുരന്തങ്ങളുടെ വാർത്തകളായിരിക്കും ഒരുപക്ഷെ നമ്മുടെ നാടുകളിൽ നിന്ന്, നമ്മുടെ വീടുകളിൽ നിന്ന് നാം കേൾക്കേണ്ടി വരിക എന്നുള്ളത് അറിയണം. അതോടൊപ്പം തന്റെ മകൻ, തന്റെ മകൾ എവിടെയാണ് പഠിക്കുന്നത്, അവൾ എങ്ങനെയാണ് സ്കൂളിലേക്ക് അല്ലെങ്കിൽ കോളേജുകളിലേക്ക്, ക്യാമ്പസുകളിലേക്ക് പോകുന്നത്, അവിടെ അവരുമായി ആരോടൊക്കെയാണ് അവർ ചങ്ങാത്തം കൂടുന്നത്, കൂട്ടുകൂടുന്നത്, തന്റെ മകന്റെ കൂട്ടുകാരാണ്, തന്റെ മകളുടെ കൂട്ടുകാരികൾ ആരാണ് എന്ന് ഒരു മാതാവ് എന്ന നിലക്ക്, ഒരു പിതാവ് എന്ന നിലക്ക് അറിയേണ്ടതുണ്ട്. രക്ഷിതാക്കൾ അറിയണം തന്റെ മക്കൾ പോകുന്നതും വരുന്നതും, അവർ ആരോടൊക്കെ ഇടപെടുന്നു, എവിടേക്ക് അവർ തങ്ങുന്നു എന്നുള്ളത് രക്ഷിതാക്കളാണ് അറിയേണ്ടത്. അതല്ല എങ്കിൽ അവർ വഴിവിട്ട ജീവിതത്തിലേക്ക് പോകുകയും ലഹരിയുടെയും അതുപോലെ തന്നെ മയക്കുമരുന്നിനുമൊക്കെ അടിമപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള ദുരന്തങ്ങളുടെ വാർത്തകൾ നമ്മൾ കേൾക്കുകയും വായിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. അതോടൊപ്പം സഹോദരങ്ങളെ, നമ്മുടെ മക്കൾ അവർ വിശുദ്ധ ഖുർആനുമായി ഒരു ബന്ധമുണ്ടാകണം. ഖുർആൻ പഠിക്കുന്ന സദസ്സുകളിൽ, അതുപോലെ തന്നെ ഖുർആനിന്റെ സദസ്സുകളിൽ, വിജ്ഞാനത്തിന്റെ ദീനീ മജ്ലിസുകളിൽ അവരെ പങ്കെടുപ്പിക്കാനും അവർക്ക് അതുമായി ഒരു ബന്ധമുണ്ടാക്കാനും രക്ഷിതാക്കളായ നമുക്ക് കഴിയണം. പലപ്പോഴും ഖുർആൻ ക്ലാസുകൾ നടക്കുമ്പോ അല്ലെങ്കിൽ ഇസ്ലാമികമായ ദീനീ വിജ്ഞാനത്തിന്റെ മജ്ലിസുകൾ നടക്കുമ്പോ അവിടെ ഒരു പക്ഷേ രക്ഷിതാക്കളായ നമ്മൾ ഹാജറുണ്ടാകും, നമ്മൾ സന്നിഹിതരായിരിക്കും. പക്ഷേ നമ്മുടെ മക്കളെ പലപ്പോഴും കാണാറില്ല. ഖുർആൻ ക്ലാസുകൾക്കാകട്ടെ അല്ലെങ്കിൽ മതപരമായ വിഷയങ്ങൾ പഠിപ്പിക്കുന്ന സദസ്സുകളിലാകട്ടെ പലപ്പോഴും നമ്മളുണ്ടാകും, പക്ഷേ നമ്മുടെ മക്കളെ കാണുന്നില്ല. എന്തുകൊണ്ടാണിത്? അവർ ഖുർആനിന്റെ ഹൽഖകളിൽ, വിശുദ്ധ ഖുർആനിന്റെ പഠിപ്പിക്കുന്ന സദസ്സുകളിൽ, ഹദീസുകൾ പഠിപ്പിക്കുന്ന സദസ്സുകളിൽ, ഇസ്ലാമിന്റെ വിജ്ഞാനങ്ങൾ പഠിപ്പിക്കുന്ന സദസ്സുകളിൽ അവർ ഹാജറുണ്ടാകട്ടെ. അങ്ങനെ അവർക്ക് ധാർമ്മികമായ സംസ്കാരവും അതുപോലെ തന്നെ മതബോധവും ഇത്തരത്തിലുള്ള മാതാപിതാക്കളെ ആദരിക്കുന്നതിന്റെയും ബഹുമാനിക്കുന്നതിന്റെയും പവിത്രതയും ശ്രേഷ്ഠതയും അവർ കേൾക്കുകയും പഠിക്കുകയും ചെയ്യട്ടെ. എങ്കിലേ ഇതിൽ നിന്നൊക്കെ മാറ്റമുണ്ടാകുകയുള്ളൂ. അവസാനമായി അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ മക്കൾ സ്വാലിഹീങ്ങളാകാൻ, അവർ നല്ല മക്കളാകാൻ, അവർ നല്ല കുട്ടികളാകാൻ, മരണപ്പെട്ടു പോയാലും അവരുടെ പ്രാർത്ഥന ലഭിക്കുന്ന സ്വാലിഹീങ്ങളായ സന്താനങ്ങളായി അവർ വളരാൻ നമ്മൾ ദുനിയവിയായി എന്തൊക്കെ ചെയ്താലും, ദുനിയാവിലെ എന്താ ഭൗതികമായ എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയാലും ഒരുപക്ഷേ അതുകൊണ്ടൊന്നും പറയുക, ആത്മാർത്ഥമായ റബ്ബിനോട്, അള്ളാഹുവിനോട് തന്റെ മക്കളെ സ്വാലിഹീങ്ങളാക്കാൻ, അവരെ നല്ലവരാക്കാൻ, അതുപോലെ തന്നെ തിന്മകളിലേക്കും തെറ്റുകളിലേക്കും പോകാതിരിക്കാൻ, അവർ നല്ല മക്കളായി വളരാൻ ആ മക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായി റബ്ബിനോട് പ്രാർത്ഥിക്കുക. അതോടൊപ്പം ഭൗതികമായ സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഒരു ഇസ്ലാമികമായ ചുറ്റുപാടുകളിലും അന്തരീക്ഷത്തിലും അവരെ വളർത്തിക്കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള വാർത്തകളും ദുരന്തങ്ങളും നാം കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ സഹോദരങ്ങളെ, നമ്മുടെ മക്കളെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നമുക്ക് ചെയ്യാൻ സാധിക്കേണ്ടത്. അതുകൊണ്ട് നമ്മുടെ മക്കളെ സംബന്ധിച്ച് നമ്മൾ ബോധവാന്മാരാകുകയും അവർക്ക് കൊടുക്കേണ്ടത് അവർക്ക് കൊടുക്കേണ്ട പ്രായത്തിൽ തന്നെ നൽകാൻ രക്ഷിതാക്കളായ നമ്മൾ സമയം കണ്ടെത്തുകയും അതിനുവേണ്ടി പരിശ്രമങ്ങൾ നടത്തുകയും ചെയ്യുക. അങ്ങനെ സ്വാലിഹീങ്ങളായ മക്കളാക്കി നമ്മുടെ മക്കളെ വളർത്താൻ, നാളെ മരണപ്പെട്ടു പോയാലും അവരുടെ പ്രാർത്ഥന പരലോകത്തേക്ക് ഉപകാരപ്പെടുന്ന മക്കളായി നമ്മുടെ മക്കളെ വളർത്താൻ വിശ്വാസികളായി നമുക്ക് സാധിക്കണം. അതിന് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.